കാരണം അതിനുവേണ്ടി പ്രതികരിച്ച കുട്ടികളെ തലതിരി പൊളിക്കുക, ഒരു രാജ്യത്തെ പ്രതിപക്ഷ നേതാവിനെ, ഒപ്പോസിഷൻ ലീഡറെ പുല്ലുപോലെടുത്തുകൊണ്ട് വായിത്തിടുക, ഇതൊരു അടിയന്തരാവസ്ഥ തന്നെയാണ് തീർച്ചയായിട്ടും. ആദ്യമേ ഇങ്ങനൊരു വലിയ സദസ്സിന്റെ മുന്നിൽ നിൽക്കാൻ പറ്റിയത് ആദ്യമായിട്ടാണ്. അതിലൊരുപാട് സന്തോഷം. സിനിമ പരിപാടി സ്വപ്നം കണ്ട് നടന്നുകൊണ്ട് വേറെ കാര്യങ്ങളെക്കുറിച്ചൊന്നും ഇതും ചിന്തിച്ചിട്ടില്ല. പക്ഷെ ഇപ്പോൾ നമ്മളുടെ നാട്ടിൽ നടക്കുന്നത് ഒരു അടിയന്തരാവസ്ഥയാണ്. കാരണം ഒരു രാജ്യത്തിന്റെ വിദ്യാഭ്യാസ വ്യവസ്ഥിതി അതിന് ചോർച്ച വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നത്, ഞാൻ കരുതുന്നത് സ്ലോ പോയിസണിംഗ് ആണ്. നാളെ വരാൻ പോകുന്ന ഒരു ഭീകരമായ അന്തരീക്ഷം സ്റ്റാർട്ട് ചെയ്തു തുടങ്ങി. കാരണം അതിനുവേണ്ടി പ്രതികരിച്ച കുട്ടികളെ തലതിരി പൊളിക്കുക, ഒരു രാജ്യത്തെ പ്രതിപക്ഷ നേതാവിനെ, ഒപ്പോസിഷൻ ലീഡറെ പുല്ലുപോലെടുത്തുകൊണ്ട് വായിത്തിടുക, ഇതൊരു അടിയന്തരാവസ്ഥ തന്നെയാണ് തീർച്ചയായിട്ടും. അതിനെതിരെ ആദ്യം ബോധത്തോടുകൂടി പ്രവർത്തിച്ച നമ്മുടെ നാട്ടിലെ, നമ്മുടെ രാജ്യത്തെ യുവജനങ്ങൾക്കാണ് കയ്യടി. അവരെ ഓർമ്മപ്പെടുത്തി, ഒരിക്കലും യുവജന പ്രക്ഷോഭങ്ങൾ ചരിത്രത്തിൽ തളർന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു പോക്ക് പ്രതീക്ഷ നൽകുന്നതാണ്. വളരെ സന്തോഷമുണ്ട്. ഇപ്പോഴും ഒരുപാട് നല്ല ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. നമ്മൾ ഒരുമിച്ചാണ്, ഒറ്റക്കെട്ടാണ്. സാറ് പറഞ്ഞ പോലെ വിശാൽ ഓർക്കാം. താങ്ക് യു. ഇവിടെ വരാൻ പറ്റിയതിൽ ഞാനും ഉണ്ട്. താങ്ക് യു.